വയനാട് ദുരിതബാധിതർക്കായിട്ട് യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ നൽകും എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു അന്ന് ആ സമയത്ത്. പക്ഷേ അതിപ്പോൾ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചിരിക്കുകയാണ്. വലിയ തിരിമറിയൊക്കെ നടന്നു എന്നുള്ള തരത്തിൽ വാർത്തകളാണ് വന്നത്. അപ്പം ഞാനും അങ്ങ് ഞെട്ടിപ്പോയി, എന്ത് തിരിമറിയാണ് നടന്നത്? ആപ്പാടെ 84 ലക്ഷം രൂപ എന്തോ ആണ് യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തത്. അവർക്ക് അതിൽ തന്നെ വലിയ നാണക്കേടായിട്ടിരിക്കുക. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പിരിച്ചെടുക്കാൻ പറ്റിയ തുക 84 ലക്ഷം കേരള സംസ്ഥാനത്തിൽ അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വലിയൊരു നാണക്കേട് തന്നെയാണ്. 2.4 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഒരു വീടിന് 8 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ ഏകദേശം 30 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നതായിരുന്നു അവരുടെ ആഗ്രഹവും ആശയവുമൊക്കെ. പക്ഷേ അത് പാടെ തകിടം മറിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്തകൾ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ചില ചാനലുകൾ എടുത്തത്. തിരിമറി നടന്നു, കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഈ പിരിച്ചെടുത്ത തുകയൊക്കെ ഇവർ കൊണ്ടുവന്ന് പുട്ടടിച്ചോ എന്നുള്ളത്. പിന്നീടാണ് കാര്യം മനസ്സിലാക്കിയത്. കാരണം ഈ ഓരോ മണ്ഡലം പ്രസിഡന്റുമാരെയും വഴിയാണ് ഈ തുകകൾ പിരിച്ചെടുക്കുക. അപ്പോൾ പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ, ഈ പിരിച്ചെടുക്കാനുള്ള പല കാര്യങ്ങളൊക്കെ ഇവർ ഈ പണ്ടത്തെ കണക്കുള്ള ബക്കറ്റ് പിരിവൊന്നുമല്ല. അപ്പോൾ പല രീതിയിൽ ആൾക്കാരെ ഇത് ബോധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യം ചില ക്യാമ്പയിനുകളൊക്കെ നടത്തി അത്തരത്തിലാണ് ഇവരുടെ പിരിവ് നേടണമെന്ന് അറിയിച്ചിരുന്നത് നേതൃത്വം. പക്ഷേ ഈ പല മണ്ഡലങ്ങളിൽ നിന്നും 50,000 രൂപ പോലും പിരിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ 50,000 രൂപ പോലും പിരിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു, നേതൃത്വം എന്ത് ചെയ്തു, ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് അയച്ചു. ഈ നോട്ടീസാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്ത് എന്തോ വലിയ കാര്യം സംഭവിച്ചു, യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത തുകയെല്ലാം കൂടെ എടുത്ത് പുട്ടടിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നത്. അപ്പോൾ ശരിക്കും അവർക്ക് പിരിക്കാൻ പറ്റിയത് 84 ലക്ഷം രൂപയുള്ളൂ. നമ്മളിപ്പം ഒരാൾക്ക് അവരുടെ ഭാഗത്ത് ഒരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾക്ക് പൈസ നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അതനുസരിച്ച് നമ്മൾ ഒരാൾക്ക് ആശ കൊടുക്കാവൂ, ആഗ്രഹം കൊടുക്കാവൂ. പണ്ടില്ല ഒരു പാടുപോലെ, ആന കൊടുത്താലും എന്തോ ആശ കൊടുത്താലും കിളിയെ വാക്ക് കൊടുക്കല്ലേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ. അപ്പം ഓരോന്ന് കൊടുത്താൽ അവസാനം വാക്ക് കൊടുക്കരുത് എന്നുള്ള ഈ വാക്കാണ് യൂത്ത് കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പലരും അവരെ സഹായിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇത് വെച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു നിലയിലായിരിക്കും അവർ ആ വാക്കുകൾ നൽകിയത്. പക്ഷേ എന്തുകൊണ്ടോ പ്രതിപക്ഷം വളരെ നിർധനർ ആണെന്ന് തന്നെ പറയാൻ കാരണം, ദരിദ്രർ ആണെന്ന് തന്നെ പറയാൻ കാരണം, അത്രത്തോളം ഫണ്ട് അവർക്ക് CPM-നെ പോലെ കോടിപതിയോ ഒന്നുമല്ല, DYFA പോലെ ഈ പറഞ്ഞോണം പാർട്ടിയുടെ വലിയ പിൻബലമോ അല്ല, അങ്ങനെയൊന്നും അവർക്കില്ല. കാരണം കോൺഗ്രസിൻ്റെ തന്നെ നമുക്കറിയാം, കേന്ദ്രത്തിൽ തന്നെ ഏകദേശം 3 കാലഘട്ടങ്ങളിലായിട്ട് ഭരണമില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്ക് കൂടെ നിൽക്കുന്ന പല ആൾക്കാരും അല്ലെങ്കിൽ ഫണ്ട് നൽകുന്നവരും അല്ലെങ്കിൽ അവർക്കത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ തന്നെ കേന്ദ്രത്തിൽ തന്നെ പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ കാര്യം പറയേണ്ടല്ലോ, 2 തവണയായിട്ട് CPM-ൻ്റെ നേതൃത്വം അല്ലെങ്കിൽ LDF സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണമില്ല. മാത്രമല്ല പ്രതിപക്ഷത്തെ അടച്ചിട്ട് ആക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് തൻ്റെ ഇടമില്ല, കഴിവില്ല എന്നുള്ള തരത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി ഇട്ടേക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ആരും ഒരുപക്ഷെ കൊടുക്കണമെന്നില്ല. അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായിരുന്നു എല്ലാവരും കൂടുതൽ ഭൂരിഭാഗം. നമുക്കറിയാം, സിനിമാ പ്രവർത്തകരിൽ നിന്ന് തന്നെ ഒരാൾ തന്നെ 25 മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ 25 ലക്ഷം രൂപ വെച്ച് തന്നെയാണ് കൊടുത്തത്. അത് തന്നെ ചിന്തിക്കുക, എത്ര കോടി രൂപയായിരിക്കും അവിടുന്ന് തന്നെ ആ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വന്നത്. പിന്നെ ഈ പറഞ്ഞോണം പ്രവാസികളുടെ ഫണ്ട്, പിന്നെ വ്യവസായികളുടെ ഫണ്ട്, അങ്ങനെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോയത്. പക്ഷേ അത് ഈ പറഞ്ഞോണം 2 കോടിയൊന്നും അല്ല, 750 കോടി രൂപ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവിടെ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഈ അവരുടെ പാർട്ടി സൈബർ സെല്ലുകളിൽ നിന്നൊക്കെ കുറേ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും അവിടെ നടത്തിയിട്ടില്ല. ഇന്നും ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്, അവിടെ പ്രതിഷേധിച്ചവരെ നട്ടെല്ലടിച്ച് ഓടിക്കുന്ന പോലീസുകാരെ ഞാൻ കണ്ടതാണ്. എന്ന് വെച്ചാൽ ദുരിതം ബാധിച്ച് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് അവർ തീരെ നിവർത്തിയിട്ട് ഇനി നിലവിലുള്ള ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് പട്ടിണിക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് സമരം ചെയ്തു.
ഇപ്പം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് ദുരന്തം കഴിഞ്ഞിട്ട് അപ്പം ഇന്ന് വരെയും നമുക്ക് കേരളത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ എന്താ പറയുക ഒരു നാണക്കേടായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം ആ ജനത്തിനെ ഒന്നടങ്കം കേരളം മാത്രമല്ല ലോകത്തിലെ വിവിധ ജനങ്ങൾ ഒത്തൊരുമിച്ച് പിടിച്ചാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. കാരണം ഒരു കുടുംബത്തിലെ പലപ്പോഴും എല്ലാവരും മരണപ്പെടുകയോ ഒരാൾ മാത്രം അവശേഷിക്കുകയോ ചെയ്യും. അപ്പോൾ അവർക്കൊന്നും ഇത് ചോദിക്കാനുള്ള ശേഷി പോലുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള നാട്ടുകാരും എല്ലാവരുമാണ് ചോദിക്കുന്നത്, ഈ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും ചൂരൽമല പഴയതുപോലെ ആകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആ നാട്ടുകാർ. അപ്പം അതിനു വേണ്ടി ഇപ്പോൾ സമരം ചെയ്തവരുടെ നട്ടെല്ല് ഒടിക്കുന്ന അടിച്ചൊടിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ അത്രത്തോളം ക്രൂരതയൊന്നും യൂത്ത് കോൺഗ്രസ് ചെയ്തില്ല. അവർക്ക് പിരിച്ചെടുക്കാൻ പറ്റിയത് 84 ലക്ഷം രൂപയാണ്. പക്ഷേ അവർ ഈ 11 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യാൻ കാരണം അവർക്ക് 50,000 രൂപ പോലും പിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവരുടെ പാളിച്ച ചൂണ്ടിക്കാട്ടിയാണ്. അതായത് 2.5 ലക്ഷം രൂപയാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും മണ്ഡലം കമ്മിറ്റി നൽകണം എന്നുള്ളൊരു ഇത് യൂത്ത് കോൺഗ്രസ് അന്ന് മുന്നോട്ട് വെച്ചത്. പക്ഷെ അവർക്ക് ചിലവർക്ക് 50,000 രൂപ പോലും പിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുക. അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ നേതൃത്വം അത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ എന്തിനാണ് പുറത്തറിയിച്ചിട്ട് വെറുതെ ഈ പുറത്ത് ഇതിനകത്തുള്ളവരായിരിക്കും പുറത്ത് വിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങൾ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നതായിരിക്കാം. അപ്പോൾ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും പുറത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ കോൺഗ്രസ്സിനകത്തോ യൂത്ത് കോൺഗ്രസ്സിനകത്തോ KSUവിനകത്തൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ കാത്തിരിക്കുക. അതേപോലെ തന്നെ BJPക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കാൻ മാധ്യമങ്ങൾ കാത്തിരിക്കുക. അല്ലെങ്കിൽ അവിടെ പോയി അവിടെ സ്പൈ വർക്ക് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാത്തിരിക്കുകയാണ്. ഇത് പബ്ലിക്കാക്കാനും വേറെ തലത്തിൽ ഇന്ന് നമ്മൾ തമ്പും കമൻറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ തലത്തിലാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അവരെന്തോ അട്ടിമറിയും തരികിടയൊക്കെ നടന്നു. ഇതൊന്നും അല്ല, അവർക്ക് പിരിച്ചെടുക്കാൻ പറ്റിയില്ല. അതിന് കോൺഗ്രസ് നേതൃത്വം ഒരു നോട്ടീസ് നൽകി. ഇതേ ഉള്ളൂ സംഭവം, ഇതാണ് വാർത്ത. പക്ഷേ ഇതിനെ വലിയ തരികിട നടത്തി അവരെന്തോ അട്ടിമറി നടത്തി അവർക്ക് പിരിക്കാൻ സാധിച്ചില്ല. അത് അവരുടെ കഴിവുകേടായിട്ട് അവർ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഇത് ഉള്ള പൈസ ഇപ്പോൾ പിരിച്ചെടുത്ത തുക അവർ തീർച്ചയായിട്ടും അത് KPCCക്ക് നൽകുകയും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള 100 വീടുകൾ വയനാട്ടിൽ കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരത് നിർമ്മിച്ചു കൊടുക്കും. എന്തായാലും ഇവർക്ക് പറ്റാത്തത് അതിൻ്റെ മൂപ്പന്മാരവിടെ ഇരിപ്പുണ്ടല്ലോ, മുതിർന്ന നേതാക്കളുണ്ടല്ലോ. ഇപ്പോൾ മക്കൾക്ക് സാധിക്കാൻ പറ്റാതെ അച്ഛന്മാർ സാധിച്ചു കൊടുക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ വയനാട്ടിൽ അതിൻ്റെ തറക്കല്ലിടിയിലൊക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ അത് അതിവേഗം തന്നെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ വീടുകൾ നിർമ്മിക്കുകയും അവരത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ DYFI എങ്ങോട്ടാണ് കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാണ് കൊടുത്തത്, പാർട്ടിക്കാണ് കൊടുത്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. അല്ലാതെ DYFI അല്ല നിർമ്മിക്കുന്നത്. DYFI ആ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അതിൽ എത്ര മുക്കി എത്ര ഇവർക്ക് വന്നു എന്നൊന്നും അല്ല, അവർ ഇത്ര രൂപ കൊടുത്തു. അത് കൊടുത്തോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. ഇനി കൊടുത്തെങ്കിൽ തന്നെ അത് പാർട്ടിയുടെ ഇതനുസരിച്ച് പാർട്ടി റോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ അതിന് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷെ ഒരു വീട്ടിൽ പോലും ഒരു ഗൃഹനാഥനെങ്കിലും താമസിച്ച ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ ഒരാൾ പോലും അവിടെ ഒരു വീട് നിർമ്മിച്ചു, മുസ്ലിം സംഘടനകൾ എന്തോ വീടുകളൊക്കെ നിർമ്മിച്ച് ഇനി അതിൻ്റെ ഉടനെ നിർമ്മിക്കുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ കണ്ടുവരുന്നു, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള. അപ്പം ഈ നിർമ്മിക്കുന്നു, കാണുന്നു, എടുക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ദുരിതാശ്വാസ നിധിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒരു വീടാവട്ടെ ഇവർക്ക് വേണ്ടുന്ന ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവട്ടെ ഒന്നും കാണില്ല. എന്നിട്ട് യൂത്ത് കോൺഗ്രസിനെ ഇട്ട് എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ. അപ്പോൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ എന്തോ വലിയ അട്ടിമറി നടന്നു. അട്ടിമറിയല്ല, ഇതാണ് സംഭവം. അവർക്ക് പിരിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് KPCC നേതൃത്വത്തെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മക്കൾക്ക് ചെയ്യാൻ സാധിച്ചത് മൂപ്പന്മാരായിട്ടുള്ള അച്ഛന്മാർ ചെയ്തോളൂ, അവർ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. എന്തായാലും വാഗ്ദാനം നൽകിയത് വാഗ്ദാനം പാലിക്കുക തന്നെ കോൺഗ്രസ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിനിങ്ങനെ ഞാനിവിടെ പറഞ്ഞു, അത് ഇങ്ങനെ മാധ്യമങ്ങൾ വെറുതെ അവർക്ക് ഇഷ്ടമല്ലാത്ത പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ PR വർക്ക് ചെയ്യുന്ന ചില പാർട്ടികൾക്ക് വേണ്ടി എതിർ പാർട്ടികളെ വെറും കരിവാരി തേക്കുന്ന ഈ ഒരു പ്രവണതയാണ് മാറ്റേണ്ടത്. ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ഒരാളെ സസ്പെൻഡ് ചെയ്തു, അത് ആ പാർട്ടിക്കകത്ത് ഉള്ളിലെ കാര്യമാണ്. അത് ഇങ്ങനെ പബ്ലിക് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് CPMൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഇവരിതൊന്നും പുറത്താക്കുന്നില്ലല്ലോ. അപ്പം BJPയും കോൺഗ്രസിനെയൊക്കെ ഇട്ട് മാക്സിമം കുത്തുന്നതാണ് ഇപ്പോഴത്തെ ചില
ചാനലുകളുടെ ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വലിയൊരു പ്രാധാന്യമൊക്കെ ഇന്ന് ഞായറാഴ്ച കൊടുത്തുകൊണ്ടാണ് വന്നത്. കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്തേക്കുന്നു, പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തേക്കുന്നു. അവർക്ക് ചെയ്യാൻ പറ്റാത്തതിന് സ്വാഭാവികമായിട്ടും പാർട്ടി ഒരു നിലപാടെടുത്തു, അത് സസ്പെൻഷൻ കൊടുത്തു. അതിനെന്താണ്, അവർ പൈസ കൊടുക്കണമായിരുന്നു. ഓരോ പ്രസിഡന്റുമാരെ, കഴിവുള്ള പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ എന്തിനാണ് വാർത്തെടുക്കുന്നത്? അത് ചിട്ടയായിട്ടുള്ള രീതിയിൽ നടത്താൻ അത് അവർക്ക് കഴിയാത്തതുകൊണ്ട് അവരെ മെമ്മോ അയച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഇതയച്ചു കൊടുത്തു, സസ്പെൻഷൻ എന്നുള്ളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിയിലെ തീരുമാനം. ഇതിനൊക്കെ വലിയ കോലാഹലങ്ങളൊക്കെ എടുക്കുന്ന മാധ്യമങ്ങളോടും അത് ഏറ്റുപിടിക്കുന്ന എതിർ പാർട്ടികളോടൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പുച്ഛിക്കേണ്ടത്. എല്ലാ പാർട്ടിക്കകത്തും എല്ലാ കുടുംബത്തിനകത്തും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചില മക്കളുമാർ തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ ചില ശിക്ഷകൾ കൊടുക്കില്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇന്നിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നീ എംപോസിഷൻ എഴുതാൻ പറ്റില്ല. അതുപോലൊരു നടപടിയെ ഇവിടെ യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുള്ളൂ. ഏതായാലും യൂത്ത് കോൺഗ്രസ് വാക്ക് പാലിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ കുറച്ചുകൂടി വലിയ വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് ആ വാക്ക് പാലിച്ചേ മതിയാകൂ. ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ്സിന് പറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് DYFI മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തതുപോലെ യൂത്ത് കോൺഗ്രസ് എന്തായിരിക്കും KPCCക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ കൊടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിലേക്ക്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്ര 100 വീടുകളാണെന്ന് തോന്നുന്നു നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് ചിലപ്പോൾ വീടുകൾ ഏതായാലും കൊടുക്കും. എന്ത് തന്നെയായാലും ഈ പരസ്പരം ഇട്ട് കുത്തുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ നഷ്ടം വരുന്നത് വയനാട്ടിലെ ദുരിത ബാധിതർക്കാണ്. ഒപ്പമുള്ളവർ നഷ്ടപ്പെട്ടവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, അവരെയൊക്കെ ഒന്ന് ഓർക്കുന്നത് കൂടി നന്നായിരിക്കും. ആരെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വാരിക്കോരി എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ, പ്രതികരിക്കൂ.